ഞാനേ ഇവിടെ തമ്മനത്തെ കൗൺസിൽ മണ്ഡല പ്രസിഡന്റാണ്. ഈ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ജാമ്യത്തിൻ്റെ കച്ചീട്ടിൽ ഒപ്പിട്ട് കൊടുത്താണ്. 7 പേർക്കും കച്ചീട്ട് ഒപ്പിട്ട് കൊടുത്താണ്. ജാമ്യം അനുവദിച്ചാണ്. അതിനുശേഷം ഉന്നത നിലയിലുള്ള ബന്ധം വെച്ചു അവർ ജാമ്യം നിശ്ചയിച്ചുകൊണ്ട് വേറൊരു FIR എഴുതി ചേർത്തു. ജാമ്യം ആദ്യം തന്നാണ്. 7 പേപ്പറിൽ ഒപ്പിട്ട് എൻ്റെ ആധാർ കാർഡ് അടക്കം കൊടുക്കുക. അതിനുശേഷമാണ് ഉന്നത നിലയിലുള്ള വിലയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ CI പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടു. ഹൈബീഡിനെയും ഷിയാസ് അടക്കമുള്ള MLA-മാരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ സംസാരിച്ചത്. എന്നിട്ടും ആ കച്ചീട്ട് കാണിക്കാൻ ഇതുവരെ ആ കച്ചീട്ട് കാണിക്കുവാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. 7 പേപ്പറിൽ 35 ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പേപ്പർ പോലും കാണിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇവർ അതാണ് പോലീസ് അവർ പറയുന്നത്. ആദ്യം ജാമ്യം തരാമെന്ന് വെച്ചു, എന്നിട്ട് മേളിൽ നിന്ന് വിളി വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു. CI രാജ്കുമാർ. ആരെ വിളിച്ചത്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ല. അവർ അവിടെ മുഖ്യമന്ത്രി വണ്ടിക്ക് വട്ടം കടന്നു, കുറുകെ കടന്നു, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ ഒഫൻസ് എഴുതി ചേർത്ത് 353 ചേർത്തു. അതിനുശേഷം ജാമ്യം നിശ്ചയിച്ചു. ജാമ്യം എഴുതി എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോയതാണ്. അതിനുശേഷമാണ് ട്വിസ്റ്റായത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടു അങ്ങനെ മേലിൽ നിന്ന് ശക്തമായിട്ടുള്ളതുണ്ട്. CI ഇവിടെ നിസ്സഹായാവസ്ഥയിലായിരുന്നു. അതിനെ തുടർന്ന് ഹൈബീഡിനെ MBA ബന്ധപ്പെട്ടു, കമ്മീഷൻ വിളിച്ചു. എന്നിട്ട് പോലും അവർ സഹായിക്കാൻ തയ്യാറായില്ല. അവർ ഇപ്പോഴും ആ കച്ചീട്ട് തരാൻ തയ്യാറല്ല. അവർക്ക് തെറ്റുപറ്റി പോയി, അത് സമ്മതിച്ചു. ആ കച്ചീട്ട് തരാൻ തയ്യാറല്ല. ഞാൻ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ പോലും തന്നില്ല. അതാണ് തയ്യാറല്ല. അവരത് തെറ്റിപ്പോയതാണ്. അതാണ് തെറ്റല്ലത്. അത് ന്യായമായ ഒരു കാര്യമായിരുന്നു. തെറ്റല്ല. തെറ്റ് പിന്നെ സംഭവിച്ചു. കൂടാതെ ജാമ്യത്തിൽ വിടുന്ന കേസെടുത്തത് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരുടെ മൊഴി എഴുതി വാങ്ങിക്കൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത്. ഇതുവരെ ഒന്നും നടന്നില്ല. ചർച്ച നടന്നിട്ട് അൻവർ സാദത്ത് MLA അതുകൊണ്ട് ചർച്ച നടന്നില്ല. അൻവർ സാദത്ത് MLA അകത്തുണ്ട്. അൻവർ സാദത്ത് MLA AC-യുമായി എറണാകുളം സെൻട്രൽ AC-യുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമോ, സമരം താൽക്കാലികമായെങ്കിലും പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുണ്ടോ. നിലവിൽ എറണാകുളം സെൻട്രൽ AC, AC അടക്കമുള്ളവർ ഈ സ്റ്റേഷനിലുണ്ട്. പക്ഷേ നിലവിൽ പാലാരിവട്ടം CI-യുമായി ആലുവ MLA അൻവർ സാദത്ത് സംസാരിക്കുന്നുണ്ട്. പ്രവർത്തകരുടെ എണ്ണം കൂടുന്നു. ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെത്തി ശക്തമാകുന്നു. മറ്റു തരത്തിലുള്ള മറുപടികളൊന്നും ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ നേരത്തെ സംസാരിച്ച ജനപ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ വലിയ പ്രതിഷേധം നദിങ്ങനെ തുടരുകയാണ്. എന്തുകൊണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചു? ജാമ്യം നൽകിയിട്ടും എന്തുകൊണ്ട് പ്രവർത്തകരെ തിരിച്ചു വിളിപ്പിച്ചു? അവർക്ക് ജാമ്യം നിഷേധിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ, കേസുകൾ, അവർക്കെതിരെ കേസെടുത്തു എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. 8:30 ഇങ്ങനൊരു ഈ തരത്തിലേക്ക് പ്രതിഷേധം എത്തിയത്. ഈ ജനപ്രതിനിധികൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തി കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. സമയം ഇപ്പോൾ 11:42 പിന്നിടുകയാണ്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. റിയ, അവിടെ ഒരു ചെറിയ കയ്യാങ്കളിയൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവിക്കുന്നത്? പ്രകോപിതരാകുന്നുണ്ടോ പ്രവർത്തകർ? ഈ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം കൂടി സമാന്തരമായി നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുവശത്താണ് ജനപ്രതിനിധികളുടെ പ്രതിഷേധം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ചില തള്ളുമാണ് മറുവശത്ത് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിന്റെ ഒരു വശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആ വശത്ത് നടക്കുന്നു. MLA-മാരടക്കമുള്ളവർ സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് കുറച്ചുകൂടി ഈ സമരത്തെ ശക്തമാക്കുന്നത്. ഈ എറണാകുളം പാലാരിവട്ടം അടക്കമുള്ള മേഖലയിലെ കൂടുതൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിഷേധം നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയ മാനമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത് ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാർക്കുമെതിരെയുള്ള പ്രതിഷേധം തങ്ങൾ തുടരും. അതിന്റെ സ്വഭാവം എന്നത് ഈ സമരത്തെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചായിരിക്കും എന്നത്
കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവടക്കം വ്യക്തമാക്കിയതാണ്. അതിന്റെ ആ തലത്തിലേക്ക് തന്നെയാണ് ഈ സമരവും നീങ്ങിയത്. വൈകുന്നേരം തൃക്കാക്കരയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രക്കിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് 200 മീറ്റർ അപ്പുറത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 7 പ്രവർത്തകരെയാണ് തൃക്കാക്കരയിലെ യൂത്ത് കോൺഗ്രസ് നേതാവടക്കം 7 പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടേക്കുമെന്ന് കൗൺസിലറോട് വ്യക്തമാക്കി പോലീസ്. എന്നാൽ കൗൺസിലർ രേഖകളുമായി എത്തിയപ്പോൾ ജാമ്യമുള്ള വകുപ്പുകളല്ല, ജാമ്യമില്ല വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പാലാരിവട്ടം CI വ്യക്തമാക്കുകയായിരുന്നു എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് ഉന്നതരുടെ തന്റെ കൈവശമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആണ് കൗൺസിലർമാർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ CPM-ലെ ചില നേതാക്കളുടെ സമ്മർദ്ദമാണെന്ന ആരോപണം കോൺഗ്രസിലെ നേതാക്കൾ DCC പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ പോലീസ് സ്റ്റേഷന് മുന്നിലും പോലീസ് സ്റ്റേഷനകത്തും തുടരുകയാണ്. ജനപ്രതിനിധികൾ, കൗൺസിലർമാർ, ഒപ്പം തന്നെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കം MLA-മാരുടെയും MP-മാരുടെയും DCC പ്രസിഡന്റിന്റെയും ഈ പ്രതിഷേധത്തിനൊപ്പം പങ്കുചേരുന്നുണ്ട്. റോഡിലും കൂടുതൽ പ്രവർത്തകരെത്തുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായി റോഡിലേക്ക് എത്തി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും ഈ ഹൈബീണം MP-യും മുഹമ്മദ് ഷിയാസും ആവർത്തിച്ചത് പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുകയാണെങ്കിൽ തങ്ങളും പ്രതിഷേധം ശക്തമായി തുടരുമെന്നതാണ്. എത്ര ദിവസം നീണ്ടാലും ഈ സമരം പ്രവർത്തകരെ വിട്ടയക്കും വരെ തുടരുമെന്ന് പ്രവർത്തകരും നേതാക്കളും ആവർത്തിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഗസ്റ്റ് ഹൗസിൽ തുടരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പോലീസ് എന്തായിരിക്കും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്. ഇത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രതിഷേധമാണ്. മന്ത്രിമാർ നാളത്തെ നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി ഗസ്റ്റ് ഹൗസിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഏത് രീതിയിലായിരിക്കും ഈ പ്രതിഷേധം പോവുക, ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്നതടക്കമുള്ളവ ഇനി വ്യക്തമാകുന്നതേയുള്ളൂ. 4 മണിക്കൂറിലധികം കഴിഞ്ഞിട്ട് ഈ സമരം മുന്നോട്ട് പോകുന്നു. റോഡ് ഉപരോധിച്ചുള്ള സമരം, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള സമരം, റോഡിൽ തീയിട്ടുള്ള സമരം, ആ രീതിയിലേക്ക് സമരത്തിന്റെ മുഖം മാറുന്ന കാഴ്ചയുണ്ടായി. MP-മാരും പോലീസും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല സംഘർഷ സാഹചര്യമായ സാഹചര്യങ്ങൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏതാനും മണിക്കൂറുകളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ 4 മണിക്കൂറായി MLA-മാരും MP-മാരും കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് സമരത്തിനില്ല എന്നതാണ് ജനപ്രതിനിധികൾ ആവർത്തിക്കുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. എന്തായാലും 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിട്ട്.